പല ആളുകളും പണ്ഡിതന്മാരെ കാണുമ്പോൾ പല സംശയങ്ങളും ദൂരീകരിക്കാറുണ്ട്. ചില ചോദ്യങ്ങൾ വളരെ ഗൗരവതരമായിരിക്കും, ചിലത് വളരെ നിസ്സാരമായിരിക്കും. അങ്ങനെ ഒരവസരത്തിൽ ഒരു പണ്ഡിതനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു യുവാവായ ഒരു വ്യക്തി ചോദിച്ചത്, അല്ലയോ മഹാനരെ, ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളാണോ? അദ്ദേഹം ചോദിച്ചതാ, ഞാൻ നല്ലൊരു വ്യക്തിത്വമാണോ എൻ്റെത്? അപ്പോൾ ഉടനെ പണ്ഡിതൻ കൊടുക്കുന്ന മറുപടി വളരെ ലഘുവായൊരു മറുപടിയാണ് കൊടുക്കുന്നത്. നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കട്ടെ, മരിച്ചു പോയവരാകട്ടെ, ആരായാലും വേണ്ടില്ല, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഔ വലതുൻ സ്വാലിഹൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന മക്കൾ, അതിൽ നീ പെടും. നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലെങ്കിൽ, അവർ തിരസ്കൃതരാണെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഖിദ്മത്തുകളോ നീ ചെയ്യുന്നില്ല എങ്കിൽ നിന്നെ ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റൂല, സ്വാലിഹാണ് എന്ന് പറയാനായിട്ടില്ല എന്ന് ആ ഒരു പണ്ഡിതൻ തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ചോദ്യം, അതിനേക്കാളും ചെറിയൊരു ഉത്തരം. ഇനി നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കുക, നമ്മൾ ആ ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന്. നമ്മുടെ മാതാപിതാക്കൾ ഓർക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം നമ്മളൊന്ന് ആലോചിക്കുക. അല്ലാഹു തആല മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി സേവനങ്ങൾ അർപ്പിക്കുന്ന സന്താനങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.